ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് മാമലക്കണ്ടം എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഞാൻ ചെയ്യുന്നത് വെച്ചാൽ മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലം വരിക. അതിപ്പോൾ കൊല്ലത്തു നിന്ന് വരുന്നവരാണെങ്കിലും തിരുവനന്തപുരം ആ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും നമ്മൾ കോതമംഗലം വരണം. തിരുവനന്തപുരം തൃശ്ശൂർ ആ ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിലും കോതമംഗലം വരണം. ഇതിപ്പോൾ ഇടുക്കി ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഈ കോതമംഗലം വഴി പോകാം, അല്ലെങ്കിൽ വേറെ റൂട്ട് വഴി നേരെ തട്ടേക്കാടൊക്കെ പോകാം. അപ്പോൾ നമ്മൾ ഇത്തവണ പോകുന്ന റൂട്ട് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമംഗലം വരിക, അവിടുന്ന് കീരമ്പാറ എന്ന് പറയുന്ന സ്ഥലം, അത് തട്ടേക്കാട് റൂട്ട് പോവുക, കീരമ്പാറ എന്ന സ്ഥലത്തെത്തുക, അവിടുന്ന് ലെഫ്റ്റ് കയറി ആദ്യം പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമാണ്, പുതിയ ഡാം. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയുള്ള പഴയ ഒരു ഡാമുണ്ട്, അതായത് ഭൂതങ്ങൾ കെട്ടിയ ഡാം എന്ന് പറയപ്പെടുന്ന ഡാമുണ്ട്. ആ ഡാമിൽ അവിടെ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് നമ്മൾ വന്ന് കുട്ടമ്പുഴയിൽ പോകുന്നു. അത് കഴിഞ്ഞ് പൂയംകുട്ടി, പിന്നെ അവിടുന്ന് ആലുവ മൂന്നാർ, അതായത് ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞത് നമ്മൾ പലരും കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ മാമലക്കണ്ടത്തു നിന്നുള്ള ഈ അടുത്ത് തുറന്ന്, പക്ഷേ ഇപ്പോൾ അത് ക്ലോസ് ചെയ്തു. ആ റോഡാണ് പഴയ ആലുവ മൂന്നാർ റോഡ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ അതല്ല, യഥാർത്ഥത്തിലുള്ള ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞാൽ ഈ പൂയംകുട്ടി എന്ന സ്ഥലത്താണ്. അത് അടച്ചിട്ടേക്കല്ല, അടഞ്ഞു കിടക്കാണ്. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കുട്ടമ്പുഴ വന്നിട്ട് നേരെ മാമലക്കണ്ടത്തു നിന്ന് അവിടുന്ന് നമ്മൾ നേരെ മാമലക്കണ്ട ആ ഫോറസ്റ്റ് റൂട്ട് വഴി മാമലക്കണ്ട സ്കൂളിന് അവിടെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ നമ്മുടെ ഈ വൈറലായിട്ടുള്ള ആ റൂട്ടില്ലേ, ആ എലംപ്ലാശ്ശേരി ചെക്ക് പോസ്റ്റ് അവിടെ വരെ പോകുന്നതൊക്കെ ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു റൂട്ട് മാപ്പ്. അപ്പോൾ ഇതൊരു 2-3 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ ഫുള്ള് ഭയങ്കര ലെങ്ത് ആയിപ്പോകും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു മാമലക്കണ്ട സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോതമംഗലത്ത് നിന്നും തട്ടേക്കാട് റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കീരമ്പാറ എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ ലക്ഷ്യമാക്കിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിത് ഇപ്പോൾ കീരമ്പാറ എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് കാണാം, പമ്പിനോട് ചേർന്ന് കാണുന്ന വഴി ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാമിലോട്ട് പോകുന്നത്. നേരെ പോകുന്നത് തട്ടേക്കാടാണ്. നമ്മൾ തട്ടേക്കാട് പോകേണ്ട ആവശ്യമില്ല, നമ്മൾ നേരെ ലെഫ്റ്റ് കയറി പോകണം. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞ ഡാം. നേരെ ഒരു ബോർഡ് കണ്ട, പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താൻകെട്ട് ബാരേജ്. ഇതിലായിരിക്കണമെന്ന് തോന്നുന്നു എൻട്രൻസ്. പാസ് ചേട്ടാ, ഡാമിലോട്ട് പോകുന്ന ഇതല്ലേ, പാസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ 10 രൂപയാണ് പാസ്. ഇവിടെ ഡാം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതല്ല, നമ്മൾ ഈ ഡാമിലോട്ട് കയറുന്നതിന് മുമ്പേ ലെഫ്റ്റിലോട്ട് റോഡുണ്ടായിരുന്നു. അപ്പോൾ അതിലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഭൂതം കെട്ടിയൊരു ഡാം എന്നും പറഞ്ഞുകൊണ്ട്, അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് അങ്ങോട്ട് പോകണം. നമുക്ക് ഇവിടുന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഈ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം, ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ്. ഇത് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഡിഫൻസ് ഇന്ത്യ റൂൾസ് 1962 പ്രകാരം സംരക്ഷിത പ്രദേശത്ത് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ അകത്തോട്ട് കയറിയിട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ഇതാണ്, ഇത് കണ്ടില്ലേ. ഞാനിപ്പോൾ ഡാം കണ്ടിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതേ റൈറ്റ് സൈഡിലാണ്. നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും, ഡാം കണ്ടിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ കുറേ നേരം കുട്ടികളൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കണ്ടില്ലേ. അവിടെ കുട്ടികളൊക്കെ ഊഞ്ഞാലിലാടുന്നത്, അത് നല്ല അടിപൊളി ഒരു പാർക്കുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കാണ്. ഇതാണ് ആ പാർക്ക്, കണ്ടില്ലേ. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അകത്തൊക്കെ ആയിട്ടൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ അകത്തോട്ട് ഒരു 10 രൂപ ടിക്കറ്റ് പാസ് ഉണ്ട്. അത് നമുക്ക് വൈകുന്നേരം വരെ ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു പ്രാവശ്യം കയറിയാലും 2 പ്രാവശ്യം കയറിയാലും ഈ ഒരു പാസ് മതിയാവും. അതായത് പോയിട്ട് ഇറങ്ങിയാലും നമുക്ക് വീണ്ടും ആ പാസ് ഉപയോഗിച്ച് തന്നെ കയറാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വഴി. നമ്മൾ ഡാമിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റിലോട്ട് വഴി ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫോറസ്റ്റിൻ്റെ ഇതുണ്ട്, നമ്മൾ പാസ് എടുത്തിട്ടുണ്ട് അകത്തേക്ക് കയറാം. ഈ ഒരു ഇവിടെ പാലമുണ്ട്. ഈ പാലത്തിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാം കാണാൻ പറ്റും. ഞാനത് കാണിച്ചു തരാവേ. ഈ പാലം കയറുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡുണ്ട്, പഴയ ഭൂതത്താൻകെട്ടിലേക്കുള്ള റോഡെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് 350 മീറ്റർ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇത് കണ്ടില്ലേ, ഇതാണ് ആ വ്യൂ. പാലം, നമ്മുടെ ഡാം ഇതാണ്. നമുക്കിവിടെ റെസ്ട്രിക്ഷൻ ഉള്ള കാരണം ഞാൻ കൂടുതലൊന്നും എടുക്കാത്ത. അപ്പോൾ നമുക്ക് കയറിയത് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. നമ്മളിത് ഈ വഴിയാണ് വന്നത്. നമ്മളിപ്പം കയറിയ പാലത്തിന് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് വേറൊരു ചെറിയൊരു പാലം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്കും ഇതേ റൈറ്റ് സൈഡായിട്ട് ഇവിടെ ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രമുണ്ട്. പിന്നെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ കണ്ട
വെൽക്കം ടു ഇടമലയാർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന ബോർഡ് കാണാം. അങ്ങോട്ട് നമുക്ക് എൻട്രി ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് പോകേണ്ടത് ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർ 50 രൂപ, ഞാൻ 30 രൂപ എന്ന് ആദ്യം പറഞ്ഞു, ഇവിടുത്തെ റേറ്റ് 50 അപ്പോൾ നമുക്കതിൽ ടിക്കറ്റ് എടുക്കാൻ പോയി. അതുകൊണ്ട് ടിക്കറ്റ് എടുത്തപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ നടക്കാനുണ്ട്. അത്യാവശ്യം നല്ലതല്ലേ, ഒരു കാടാണ്. ഇവിടെ കൂടെ ഒറ്റ മനുഷ്യരെയും കാണുന്നില്ലല്ലോ. താഴെ ആളുണ്ടാവുമെന്നാണ് കൗണ്ടറിൽ നിന്ന് ചേച്ചി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. സത്യം നോക്കിയേ, ഈ കാട് നോക്കിയേ, നല്ല കാടാ, പക്ഷെ ഒരൊറ്റ മനുഷ്യരും ഇല്ലെന്നുള്ളതാണ്. നമ്മളിത് വന്നത് ആ വഴിയാണ്, വരുമ്പം കണ്ടതാണ് ഈ ഒരു ഏറുമാടം കണ്ടില്ലേ. ബോർഡിലൊരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഏറുമാടം അപകടാവസ്ഥയിൽ ഇതിൽ കയറരുത്. എല്ലാം ഉറഞ്ഞിരിക്കുകയായിരിക്കണം, മഴയൊക്കെ പെയ്തുകൊണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിലോട്ടുള്ള പടികളെല്ലാം പോയി. പിന്നെ ഇത് കണ്ട, ഇതുപോലെ വരുന്ന വഴിക്ക് നമ്മൾ 2-3 മരങ്ങൾ കണ്ടായിരുന്നു. ഇതിനൊക്കെ വണ്ണം നോക്കിയേ, ഓ എൻ്റെ അമ്മോ. ഈ ഒരു ഗ്യാപ്പ് കണ്ട. പിന്നെ ഞാൻ വേറൊരു സാധനം കണ്ടത്, അത് അവിടെയായിട്ട് ഒരു ഗുഹ, ഇത് കണ്ടില്ലേ. ഇതാണ് ഗുഹ. നമുക്ക് വേണേ ഈ ഒരു ഏണിയിൽ ചവിട്ടി അത്തോടെ കയറാം. അതുപോലെ ഉണ്ട് അവിടെ ഒരു ചെറിയ സ്പേസ് കാണുന്നുണ്ട്, പക്ഷെ അവിടെ അത്ര വലിയ ഇതല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇതിനകത്ത് ആളുകൾക്ക് കയറാം. ഇത് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. ഇതാണ് ഗുഹ. അത്യാവശ്യം ഉള്ളിലോട്ടുണ്ട് കേട്ടാ, വെട്ടം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം ഉള്ളിലോട്ടുണ്ട്. ഞാനെന്തായാലും അങ്ങോട്ടൊന്നും വലിഞ്ഞ് കയറുന്നില്ല, ഒറ്റയ്ക്കായത് കാരണം. ഇതിലെ ചവിട്ടി കയറിയത് ഞാൻ നടന്ന് നമ്മുടെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിനോട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ ഡാം എന്ന് പറഞ്ഞത്. ഇതാണ് ഈ ഭൂതങ്ങൾ കെട്ടിയ ഡാം എന്ന് പറഞ്ഞത്. ഈ കല്ലിങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഇതിൽ ഫുള്ള് ലെങ്തി ആയിപ്പം. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കണേ. ഇവിടെ ഏകദേശം 10-27 പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അറിയാൻ കഴിഞ്ഞത്. ഇതല്ല, പുറത്ത് ഒന്നുമല്ല, വെള്ളത്തിന് മേളിൽ നിൽക്കുമ്പോൾ നല്ല കാമാൻ ഇതായിട്ടിരിക്കുന്നതാണ്, പക്ഷേ നല്ല അടിയൊഴുക്കൊക്കെ ഉള്ളതാണ്, ചുഴിയൊക്കെ ഉള്ള. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന, ഡെയിലി വേസായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്, ഒരു സാറാണ് ജോർജ് എന്ന് പറഞ്ഞത്. അപ്പോൾ സാറ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള, ഇതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട്, ഇതിനൊരു ചരിത്രമുണ്ട്. അപ്പോൾ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക, എന്നാലേ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ സമയം 4 മണിയായി, നല്ല ഉഗ്രം വെയിലുമാണ്. എനിക്കാണെങ്കിൽ അടുത്ത സ്ഥലങ്ങളിലോട്ട് പോകണ്ട, അതിന് എന്താവും ആർക്കറിയാം. നമുക്കെന്തായാലും നോക്കാം ഇവിടുന്ന് ഇറങ്ങിയിട്ടേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പഴയ ഭൂതത്താൻകെട്ടിലെ കാഴ്ചകൾ. ഇത് ഈ ഒരു മരം നോക്കിയേ, നല്ല രസമുണ്ടല്ലേ. ഇതുപോലത്തെ 2-3 മരങ്ങളുണ്ട്, പക്ഷെ ഇതിന് ഭയങ്കരമായിട്ടൊരു വീതിയുണ്ട്. നോക്കിയേ, നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ ഇതുപോലത്തെ 2-3 മരങ്ങൾ കണ്ടു, പക്ഷെ ഇത്രയും ഒരു വീതിയുള്ളതായിട്ട് മരം കണ്ടില്ല. എൻ്റെ അമ്മോ, എന്നാ അതിൻ്റെ വണ്ണമൊക്കെ നോക്കിയേ. അങ്ങനെ ഞാൻ പഴയ ഭൂതത്താൻകെട്ട് ഡാം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വടാട്ടുപാറയാണ്, അവിടെ ഒരു ഡാമുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ശിക്കാരി ശംഭു ഷൂട്ട് ചെയ്ത് അവിടെയാണെന്ന്. അപ്പോൾ അങ്ങോട്ട് ഡാമിൽ വെള്ളമില്ലാത്ത ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇവിടുന്ന് പുന്നേക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക, അവിടുന്ന് ലെഫ്റ്റ് കയറുക, ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് നമ്മളെത്തും. പെരിയാർ വാട്ടർ സ്പോർട്സ്, ഇവിടെ കയാക്കിങ്ങും പിന്നെ പെഡൽ ബോട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരാൻ നേരത്ത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം എന്നുള്ള ബോർഡ് കാണാം. അവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട്, ചെറിയ റോഡ്, അത് ഈ റോഡാണ്. ഇത് നേരെ കുറച്ച് കയറുമ്പോഴത്തേക്ക്
ഈ കാണുന്നതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞുകൊണ്ടായിരിക്കണം എല്ലാം അടച്ചേക്കുന്നതെന്ന് തോന്നുന്നു. അമ്പു പുളി, ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് എനിക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് നമ്മൾ നേരത്തെ കണ്ട കയാക്കിങ് അവിടുന്ന്, അപ്പോൾ അവിടുന്ന് അങ്ങോട്ടൊക്കെ കയാക്കിങ് അവർ പോകുന്നത് കണ്ടായിരുന്നു. ഇത് നോക്കിയേ, പക്ഷെ എന്നാ പൊളി വ്യൂ അല്ലേ. ഓ, വായ്പൂര് ഉണ്ടെങ്കിലും വായ്പൂർ പക്ഷെ ഇത്രയും ഇത്രയും ഇതില്ലെന്ന് തോന്നുന്നു, ലെങ്ത് ഇല്ലെന്ന് തോന്നുന്നു വായ്പൂർ ഹാങ് പിടിച്ച് മല്ലപ്പള്ളിയിൽ. പക്ഷെ ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട്. നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത കിടിലം വ്യൂ അല്ലേ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടെ വന്നില്ലായിരുന്നു ഭയങ്കര നഷ്ടമായി പോകാനായിരുന്നു. പക്ഷെ ഇത് ആളിപ്പോൾ അധികം ഒന്നും ഇല്ല, അതുകൊണ്ടാണെന്ന് വലിയ കുലുക്കായിട്ടും തോന്നില്ല. അതുകൊണ്ട് അത്ര ഒരു പേടി തോന്നില്ല. ഈ ഒരു കടവ് കണ്ട, ഈ ഒരു മാവും അതിൻ്റെ അപ്പുറം ചെറിയൊരു കടയുണ്ട്. പിന്നെ അതെ ഇവിടെ കുളിക്കാനായിട്ട് എന്നാ ഒരു വൈബായിരിക്കുമല്ലേ ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ അതേ നമ്മൾ നടന്ന് ഞാൻ ഈ ഒരു കരയിലെത്തിയിരിക്കുകയാണ്. ഇത് കണ്ട, ഓ ഒരു രക്ഷയില്ലാത്തതിൻ്റെ ഒരു രക്ഷയില്ലാത്ത പൊള്ളി വ്യൂ ആട്ടാ. നോക്കിയേ, സൂര്യൻ അങ്ങനെ അസ്തമിച്ച് വരുന്നു. അപ്പം നമുക്കിനി അടുത്തത് ഇവിടുന്ന് ഇപ്പം ഇത്രയും രാത്രി അല്ല വൈകുന്നേരം സമയമായത് കാരണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇന്ന് കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റും തോന്നുന്നില്ല. അതായത് നമ്മുടെ മാമലക്കണ്ടം ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, അത് നാളത്തേക്ക് ബാക്കി മാറ്റേണ്ടി വരും. അതെല്ലാം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടേ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ചോദിച്ച് നോക്കാം. ഞാനിപ്പോൾ ഒറ്റയ്ക്കൊക്കെ നടക്കുമ്പോഴത്തേക്ക് വലിയ ഒരു ഷേക്കിംഗ് ഉണ്ടാകുന്നില്ല. പക്ഷേ ആളുകളൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്കും അടുത്തൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ദൂരമായിട്ട് തന്നെ ആളുകളുണ്ടെങ്കിൽ തന്നെ നടക്കുമ്പോഴത്തേക്ക് പാല അത്യാവശ്യം നല്ലോണമെന്ന് കുലുങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പുന്നേക്കാട് ഇങ്ങോട്ടില്ലേ നടന്നില്ല വണ്ടി ഓടിച്ച് വന്ന വഴി അത്യാവശ്യം നല്ല മനോഹരമായ വഴിയാണ്. വഴി എന്ന് വെച്ചാൽ ഇതുപോലെ ആറിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. വേറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഫുള്ള് റബ്ബർ തോട്ടങ്ങളാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇരുട്ടായിരിക്കണം, അങ്ങനെയാണ് സാധ്യത. സംഭവം എന്തേ കൊള്ളാം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവരാണെന്ന് തോന്നുന്നു അങ്ങോട്ട് തുഴഞ്ഞു പോകുന്ന കണ്ടായിരുന്നു. അപ്പോൾ എന്തേ അവർ തിരിച്ചു വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടിയൊക്കെ പോകുന്ന ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ കാടിൻ്റെയൊക്കെ ഇടയ്ക്കൂടി അല്ലേ. ഇനി നമുക്ക് പോകേണ്ടത് ഫോറസ്റ്റ് റൂട്ടൊക്കെ ആയത് കാരണം ഇനിയിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് കുട്ടമ്പുഴയാണ്. അപ്പോൾ കുട്ടമ്പുഴ ആ ഭാഗത്ത് എവിടെയെങ്കിലും താമസ സൗകര്യം കിട്ടുമോ നോക്കണം. അപ്പോൾ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞ ഫോറസ്റ്റ് റൂട്ടാണ്, ഇപ്പോഴത്തും പോകണ്ട, റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാനും നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു മിക്കവാറും പോക്ക് നടക്കത്തില്ലെന്ന്. അപ്പം ഇനി ബാക്കി നമുക്ക് നാളെ കാണാം. കാരണം ഇനിയിപ്പോൾ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും കാര്യങ്ങൾ കാണാനൊന്നുമില്ല. നേരെ ഞാൻ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി അത് ലക്ഷ്യമാക്കി പോകണം. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കുട്ടമ്പുഴ. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിട്ടുള്ള റൂം നോക്കണം. ഇൻ കേസ് നല്ല റൂം കിട്ടുവാണെങ്കിൽ ഞാനപ്പോൾ അതിനെ കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ ബാക്കിയായിട്ട് കാണാം. ഞാനിപ്പോൾ പുന്നേക്കാട് നിന്ന് കുട്ടമ്പുഴ റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 14-15 കിലോമീറ്ററോളം ഉണ്ട് കുട്ടമ്പുഴയ്ക്ക്. അതായത് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി കയറി ആ വഴിയാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ കാര്യം വെച്ചിട്ടുണ്ടായത് ഇതും ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷേ ഇടയ്ക്ക് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഉള്ളിലായിട്ടൊക്കെ. എന്നാലേ നോക്കി എനിക്ക് കാണാൻ പറ്റുന്നു അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ആണ്. എന്നാൽ ഭയങ്കര ഇതായിട്ട് തോന്നുന്നില്ല, നമുക്കൊരു ഭീകരത തോന്നുന്നില്ല. കാരണം വണ്ടികളൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട്. പക്ഷെ എന്നാലും റൂട്ട് നല്ല റൂട്ടാണ് കേട്ടോ. അതാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ എടുക്കാൻ കാര്യം തന്നെ. ഒരു 15 കിലോമീറ്റർ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. കറക്റ്റ് എനിക്കറിയില്ല. ഇതിൽ നമുക്കിങ്ങനെ പോവാം. ഇത് കുറച്ച് വരെ വണ്ടി ഓടിച്ചത് കൊണ്ടൊരു ഏറുമാടമാണ്. ഇവിടെ നോക്കി ഞാൻ പറഞ്ഞില്ലേ പുറത്തൊക്കെ കാടാണ്. പക്ഷേ ആനിമൽ ക്രോസിംഗ് ആയിട്ടുള്ള ബോർഡുകളൊന്നും, അത് എലിഫന്റ് ക്രോസിങ്ങിൻ്റെ ബോർഡൊന്നും സത്യം പറയാൻ കണ്ടില്ല. പക്ഷെ എന്നാലും നോക്കി കാണാൻ പറ്റുക കാടിൻ്റെ ഒരു അന്തരീക്ഷം. ഈ ഒരു ഏറുമാടം കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തണം. പക്ഷെ അതിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. അങ്ങോട്ട് കയറുന്ന ഏണി കണ്ടില്ലേ, അതെല്ലാം ഒടിഞ്ഞു പോയേക്കുവാണ്. നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പം നമുക്ക് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഉണ്ട് കേട്ടോ, ബോർഡുണ്ട്, ആനിമൽ ക്രോസിങ്ങിൻ്റെ ബോർഡുണ്ട്. അതായത് രാത്രി കാലങ്ങളിൽ ആനകൾ അല്ലെങ്കിൽ മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ നാട്ടുമൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുള്ള റോഡാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പോകുന്ന ബോർഡുകളുണ്ട്. ഞാനാദ്യം ഇത് കാണാഞ്ഞതാണ്. പക്ഷേ ഇതിലോട്ട് എപ്പോഴും വണ്ടി പോകുന്ന കാരണം അത്ര ഒരു പേടിയായിട്ട് തോന്നുന്നില്ല. വണ്ടികൾ സ്ഥിരം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ റോഡ് നല്ല കിടിലൻ റോഡുമാണ്. വരുന്ന വഴിക്കാണ്ടൊരു പാലമാണ്. ആ പാലത്തിന് തൊട്ടും വരെ ഫോറസ്റ്റ് ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. കാരണം അവിടെ നന്ദി വീണ്ടും വരിക എന്നുള്ള ബോർഡ് കണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തുവാണേ. ഇവിടുത്തെ ഒരു കാഴ്ച കാണിച്ചു തരാം.
പാലം കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ പെഡൽ ബോട്ടിൻ്റെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവാറും അവിടെ ഒരു ചിറ പോലെ കാണുന്നുണ്ട്, ആ ഭാഗത്തായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പാലത്തിൽ നിന്നുള്ള വ്യൂ. ഇത് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ബ്രിഡ്ജ് എന്നാണ് കണ്ടത്. അവിടെ ഒരു അമ്പലം കാണുന്നുണ്ട്. ഇതാണ് ആ ഭാഗത്തൊക്കെ മലകളൊക്കെ കാണാം. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇതേ പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളെ പാലത്തിൽ നിന്ന് കണ്ട ആ ഒരു അമ്പലമുള്ളൂ. നമ്മളത് ഇപ്പോൾ ഇവിടെ കയറുന്നില്ല, ഇപ്പോൾ ഇവിടെ കയറാൻ ഇവിടെ അടച്ചിട്ടേക്കും ആയിരിക്കും, ടൈം കഴിഞ്ഞ് കാണും. എന്തായാലും ഞാൻ നാളെ അത് പ്ലാൻ ചെയ്തിട്ടില്ല, നോക്കാം നമുക്ക്. ഏതായാലും നമുക്ക് കുട്ടമ്പുഴ എത്തട്ടെ. അങ്ങനെ ഞാൻ കുട്ടമ്പുഴ ടൗണിലത്തെ റൂമൊക്കെ കുറേ തപ്പി ഇരുന്നൊരു റൂമൊന്നും കിട്ടിയില്ല. ഇവിടെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ കുറേ തപ്പി നടന്നപ്പോഴാണ് ഇവിടെ ഒരു VKG ഇന്റർനാഷണൽ ഹോട്ടലുണ്ട്, അവിടെ ആയിട്ട് റൂം എടുത്തത്. ഇപ്പോൾ നമ്മുടെ ഒരു അഫോർഡബിൾ പ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമ്മളിപ്പോൾ യാത്ര ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് കാരണം ഇവിടെ റൂമുകളൊന്നും ഇല്ല, ലോഡ്ജ് സൗകര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം സ്റ്റേ ആണ് മാത്രമല്ല, പിന്നെ ഈ VKG ഇന്റർനാഷണൽ പറഞ്ഞത്. അപ്പോൾ ഇതാണ് റൂമൊക്കെ അടിപൊളിയൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ 1000 താഴേക്കാണ് നമ്മളെപ്പോഴും ട്രാവലിൽ നമ്മൾ റിലേ ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതാണ് ഞാനിത് എടുത്തത്. പക്ഷേ റൂമൊക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ബാറും ഒക്കെ ഉണ്ട്, TV എല്ലാം ഉണ്ട്, റൂം അടിപൊളിയാണ്. പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും, ഒരു കെറ്റിലുണ്ട്, പിന്നെ നമുക്കിത് ചായ ഇട്ട് കുടിക്കാനായിട്ട് കട്ടൻ ചായ ഇതുണ്ട്, ടീ ബാഗ് ഉണ്ട്, ഷുഗറുണ്ട്, പിന്നെ അതെ അങ്ങനത്തെ കടിമണി സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യമല്ല നല്ല കിടിലൻ റൂമാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവിടെ ലോഡ്ജ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിവിടെ റൂം എടുക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റൂമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കോതമംഗലം 10-20 കിലോമീറ്റർ കോതമംഗലം പോകണം, അല്ലെങ്കിൽ മാമലക്കണ്ട ആ ഭാഗത്ത് പോകണം. ഇവിടെ അറിഞ്ഞു മാമലക്കണ്ടം പോകണമെങ്കിൽ എന്തായാലും കാട് കയറി പോകണം. കോതമംഗലാണെങ്കിൽ 10-20 കിലോമീറ്റർ തിരിച്ച് വീണ്ടും പോകണം. പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതാണ് ഞാൻ എടുത്തത്. പക്ഷേ റൂമെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെ ലോഡ്ജ് സൗകര്യങ്ങളൊന്നും ഇല്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ച ആ ഒരു ഹോട്ടലാണ്, അതിൻ്റെ പിന്നിലുള്ള കാഴ്ചയാണിത്. ഇത് ഇടമലയാറാണ്. ഈ ആറിൻ്റെ അപ്പുറത്ത് നല്ല കാടാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്.